രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെന്നി നൈനാന്റെ സൈബർ അധിക്ഷേപത്തിൽ തുറന്നടിച്ച അതിജീവിത. ഇനിയും പരാതിക്കാർ മുന്നോട്ട് വരുന്നത് തടയാനാണ് തനിക്ക് നേരെയുള്ള അധിക്ഷേപമെന്നും ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്നുമാണ് അതിജീവിതയുടെ ശബ്ദ സന്ദേശം. അതിനിടെ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം തുടരുകയാണ്. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിശ്വസ്തനും KSU നേതാവുമായ ഫെന്നി നൈനാൻ അതിജീവിതയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇതിനാണ് അതിജീവിതയുടെ മറുപടി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പോൾ എന്നെ ലക്ഷ്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടെ മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കുട്ടത്തിലിനെ നേരിൽ കാണാൻ ഫെന്നിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത. തലയും വാലുമില്ലാത്ത ചാറ്റുകൾ പുറത്തുവിട്ടത് പരാതിക്കാർ മുന്നോട്ട് വരാതിരിക്കാനാണെന്നും അതിജീവിത. വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന്. ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതേസമയം രാഹുലിനെ പിന്തുണച്ചുള്ള പ്രസ്താവനകളിൽ പരസ്യ മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെയുള്ളവർ അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും. അവരെ പാർട്ടിയിലുണ്ടാവില്ല. അത് വീണ്ടും അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല. തനിക്കെതിരെ കേസെടുത്തതുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെന്നി നൈനാന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.